ഹരേ കൃഷ്ണ. ഇന്ന് മീനഭരണി വ്രതത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ ഒന്നാണ് മീനമാസത്തിലെ ഭരണി. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വ്രതം ഏറെ പ്രശസ്തമായിട്ടുള്ളത്. 2026 മീനഭരണി മഹോത്സവം പ്രധാനമായിട്ട് മാർച്ച് 22 ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. 2026 കൊടുങ്ങല്ലൂർ ഭരണിയായിട്ട് ബന്ധപ്പെട്ട പ്രധാന തീയതികൾ എന്ന് പറയുന്നത് മാർച്ച് 15 ആദ്യത്തത്. മീനം 1 മാർച്ച് 15 കോഴിക്കല്ല് മൂടൽ എന്ന് പറഞ്ഞ ചടങ്ങ് നടന്നത് അന്നാണ്. പിന്നെ മാർച്ച് 21 മീനം 7 ഇന്ന് കാവു തീണ്ടൽ നടക്കുന്ന ദിവസമാണ്, അശ്വതി നാളിൽ. പിന്നെ മാർച്ച് 22 ഞായറാഴ്ച മീനമാസം 8 തീയതി മീനഭരണിയാണ്. ഭരണി നക്ഷത്രം മാർച്ച് 22 പുലർച്ചെ ഏകദേശം 12:37 ആരംഭിച്ചിട്ട് രാത്രി 10:40 അവസാനിക്കുന്നത്. ഈ ദിവസത്തിൽ ദേവീപ്രീതിക്കായിട്ട് ഭക്തർ വ്രതാനുഷ്ഠാനങ്ങളും പ്രത്യേക പൂജകളും നടത്തുന്ന ദിവസമാണ്. മീനഭരണി വ്രതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിക നിഗ്രഹത്തിനായിട്ട് പുറപ്പെട്ട ഭദ്രകാളിയുടെ വിജയത്തിനായിട്ടും ദേവിയുടെ പ്രീതിക്കായിട്ടും ഭക്തർ ഈ വ്രതം അനുഷ്ഠിച്ചു എന്നാണ്. ദുരിതമോചനം, രോഗശാന്തി, കുടുംബ ഐശ്വര്യം എന്നിവയാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ ലഭിക്കുന്നത്. വ്രതം ആരംഭിക്കുന്നത് സാധാരണയായിട്ട് മീനമാസത്തിലെ അശ്വതി നക്ഷത്രം മുതൽ ഭരണി നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് വ്രതം എടുക്കുന്നത്. ചിലർ കുംഭമാസത്തിൽ ഭരണി കഴിഞ്ഞ് അടുത്ത മീനഭരണി വരെ, അതായത് ഒരു മണ്ഡലകാലം പോലെ വ്രതം നോൽക്കാറുണ്ട്. എങ്കിലും ഭരണി ചാർത്ത് തുടങ്ങുന്നതോടെ വ്രതം കടുപ്പിക്കുകയാണ് പതിവ്. ഭക്തർ പാലിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ശുദ്ധിയാണ്. പുലർച്ചെ കുളിച്ച് ദേവീനാമങ്ങൾ ജപിക്കും. ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധി പ്രധാനമാണ്. സസ്യാഹാരം മാത്രം കഴിക്കുകയാണ് ഉണ്ടാവുക. മദ്യം, മാംസം തുടങ്ങിയൊക്കെ പൂർണ്ണമായും വർജിക്കും. ചിലർ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ഒരിക്കലൂണ് നോൽക്കാറുണ്ട്. ഓം ഹ്രീം ഭദ്രകാളിയെ നമ തുടങ്ങിയ മന്ത്രങ്ങളും ലളിതാ സഹസ്രനാമം, ഭദ്രകാളി 19 വൃത്തം എന്നിവ ജപിക്കുന്നതുമെല്ലാം ഉത്തമമായിട്ട് പറയണു. വ്രതകാലങ്ങളിൽ പൂർണ്ണമായിട്ട് ബ്രഹ്മചര്യം പാലിക്കണം എന്നാണ്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് കോമരങ്ങളായിട്ടൊക്കെ പോകുന്നവർ കഠിനമായ വ്രതമാണ് എടുക്കാറുള്ളത്. ഭരണിയോട് അനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങാണ് കാവ് തീണ്ടൽ. ഇത് പങ്കെടുക്കുന്നവർക്ക് ദിവസങ്ങൾ മുമ്പേ മാലയിട്ട്, അതായത് വ്രതം തുടങ്ങുന്നതാണ്. മീനഭരണിക്ക് താലപ്പൊലി നേരുന്നത് ദേവിക്ക് പ്രിയപ്പെട്ട വഴിപാടാണ്. മനസ്സും ശരീരവും ഭഗവതിയിൽ അർപ്പിച്ചിട്ട് വേണം വ്രതം എടുക്കാൻ. ക്ഷേത്ര ദർശനം നടത്താനും സാധിക്കുമെങ്കിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുന്നതും നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും അവിടെ പോയി തൊഴുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മീനഭരണി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്താണ്.